സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷ കേസിൽ ജയിൽ മോചിതനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ സ്വീകരണം നൽകി പ്രവർത്തകർ. സർക്കാരിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞു. പോലീസ് നടപടികൾക്കെതിരെയുള്ള സമരപരിപാടികൾ തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായത്. പൂജപ്പുര ജയിൽ കവാടത്തിൽ പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചു. ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, MLA മാരായ PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, M വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ജയിൽ കവാടത്തിന് മുന്നിൽ പുഷ്പവൃഷ്ടി നടത്തിയും പൂത്തിരി കത്തിച്ചുമാണ് പ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച രാഹുൽ പോരാട്ടം ശക്തമായി തുടരുമെന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ ഈ നാടിനു വേണ്ടി, ഈ ജനത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച പോരാട്ടത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷ കേസിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും DGP ഓഫീസ് മാർച്ച് സംഘർഷ കേസിൽ CJM കോടതിയുമാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ആദ്യ കേസിൽ 50,000 രൂപയും രണ്ടാമത്തെ കേസിൽ 25,000 രൂപയും കെട്ടിവെക്കണം. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കന്റോൺമെന്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരാകണമെന്നാണ് ഉപാധി. പോലീസ് നടപടികൾക്കെതിരെ തുടർ സമര പരിപാടികൾക്ക് ഉടൻ യൂത്ത് കോൺഗ്രസ് രൂപം നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.